ഹായ് കൂട്ടുകാരെ, അപ്പോൾ തേടി നടന്ന സാധനം ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലുലുവിൻ്റെ വൈറൽ ബോബി വീൽ ബീഫ്. ഓക്കെ, അപ്പോൾ സാധനം വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം മുറിച്ച് സാധനം എടുത്ത് പുറത്തെടുത്തപ്പോൾ ഒരു രക്ഷയില്ല. ഹൈ ക്വാളിറ്റിയാണ് സാധനം. വേസ്റ്റ് അങ്ങനെയൊന്നും ഒരു സാധനമില്ല, സീറോ വേസ്റ്റാണ്, പക്ക സാധനം. അപ്പോൾ നമ്മൾ ഈ സാധനം ചെറുതായി ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു നന്നായി ചൂടായ കുക്കറിലേക്ക് അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ സാധനമായ ഐറ്റംസ് ഇതിലേക്കിട്ട് റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പം ഇതിങ്ങനെ ചൂടായിട്ടുണ്ട്, ചൂടായി വരട്ടെ. ഇപ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി, കൊച്ചുള്ളി എന്ന് പറഞ്ഞ സാധനം ഇതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സംഭവം നല്ല ചൂടായി, അയ്യോ പൊക്കയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, വഴറ്റി റെഡിയാക്കി എടുക്കുക ഈ സാധനം. ഇനിയിപ്പം ഇതിൻ്റെ കൂടിക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം പേസ്റ്റ് ആക്കണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അത് നമ്മൾ മിക്സറിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ അതങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്, ഈ റെസിപ്പിയുടെ മെയിൻ ഹീറോ, അപ്പോൾ അവൻ ഇതാണ്. ഓക്കെ, ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഈ സാധനം അത്യാവശ്യം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണത്. അതങ്ങനെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കണ്ടോ, കളർ എത്ര പോരാ, കുറച്ചും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി 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 ഇത് മിക്സിങ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് കിട്ടാനുള്ളൊരു കാരണം. ഓക്കെ, അപ്പോൾ ഈ സാധനമൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം. വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുള്ളൂ. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സാധനം മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. വേറൊരു സാധനവും ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കണം. ഓക്കെ, അതേപോലെ നന്നായി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഹീറോനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബോബി വീൽ. അന്തസ്, എന്താ ഒരു രസം. ആ സാധനം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല മിക്സ് ആയിരിക്കണേ. മിക്സിങ്ങിൽ വളരെ ഏറെ പ്രാധാന്യമുണ്ട്. അത് കാരണം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ ഒരു ഇതും വേണ്ട, നന്നായിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇതേ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിനെ അടച്ചു വെക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അടച്ചു വെച്ച് ഒരു 4 വിസിലടിപ്പിച്ച് ആ സാധനം സെറ്റാണ് ഗൈസ്. ഓക്കെ, അപ്പം വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഓ ഹോ ഓ ഓ ഓ ഒരു രക്ഷയില്ല. ആ തുറക്കുമ്പോൾ കിട്ടുന്ന മണം ഉണ്ടല്ലോ ഗൈസ്, ഇത് വേറൊരു ലെവലാണ്. ഓക്കെ, വേറൊരു ലെവലിൽ വന്നിട്ടുണ്ട് സാധനം. തിക്ക് ഗ്രേവിയാണ്. നമുക്ക് എന്താണെന്ന് ഉപ്പൊക്കെ പിടിച്ചൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ സാധനം ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അന്യായം മാഷേ, അന്യായ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. പുകയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതിലാണ് ഈ വീഡിയോൻ്റെ ഒരു ക്ലാരിറ്റിയൊക്കെ പോകുന്നത്. സംഭവം നല്ല മണമാണ്, പോരത്തിന് ഉപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാം. ചൂടായ പാനിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറിവേപ്പിലൊക്കെ ഇട്ട് ഇതിങ്ങനെ സെറ്റായി നിൽക്കുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ആ ബീഫ് എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുക. ഓക്കെ, എന്നിട്ട് നന്നായി ഇളക്കി 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 ഇവൻ നമുക്കൊരു പരുവത്തിലാക്കി എടുക്കണം. ഓക്കെ, ഈ ഒരു പരുവം തന്നെ അത്യാവശ്യം തിരക്കായിട്ടില്ല, കാരണം ഇത് ഗ്രേവി ടൈപ്പാണ്. അപ്പം നെയ്ച്ചോറോ അതുപോലെ പിന്നെ ബീഫോ അല്ല പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഈ സാധനം സെറ്റായിട്ട് അടിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അതുമല്ല പുട്ടിൻ്റെ കൂടെ പോവും, ബീഫല്ലേ എന്തിൻ്റെ കൂടെയും പോവും. അപ്പോൾ ഇത് ഓരോ ആൾക്കാരെ ഇഷ്ടം പോലെ. ഗ്രേവി വേണ്ട ആൾക്കാർക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ കുറച്ചും കൂടി ഡ്രൈ ആകാം. ഞാനിപ്പോൾ ഇതൊന്നും അതിൽ ഡ്രൈ ആക്കി നോക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാണാം. വാവ് ഗൈസ്, നോക്കൂ, ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ്. ഈ ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് സാധനം വൈറൽ തന്നെ കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്.